വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഇനി ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഈ മേൽഘടകത്തിൽ ഇവള് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. ഇവള് കാണിക്കുന്ന അശ്ലീലം കൊടുക്കാവുന്നിടത്തെല്ലാം കസ്റ്റംസ് ഇന്റലിജൻസി കൊടുത്തിട്ടുണ്ട്, കൊടുക്കാവുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ കേടാടാ മക്കളെ, നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്തവൻ അവന്റെ അയ്യോ അങ്ങനെ ആസ്വദിക്കാൻ പാകത്തിലൊന്നും അതിനകത്തില്ല. അത് നഗ്നമായ സത്യം. അത് ചെയ്യുന്ന നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കാണുന്ന ഞങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയുണ്ട്. ഇതിൽ നല്ല 7-ാം കടൽ നോക്കി ഇങ്ങനെ കണ്ണത്താ ദൂരത്തോട്ട് നോക്കിയിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാറ്റടിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ആസ്വാദനം, അത് നമ്മൾ മുണ്ടെടുത്തോണ്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഇച്ചിരി ആസ്വാദനം വളരെ വലുതായിട്ട് നമുക്ക് കൂടുന്നില്ല. അല്ലാതെ ഇതൊന്നും കണ്ട് ആസ്വദിക്കാനായിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ആസ്വാദനത്തിന്റെ അർത്ഥം തന്നെ നമ്മളുടെ സ്വപ്നങ്ങൾക്കും അപ്പുറം മാറി നിൽക്കുന്ന ഒരു കാര്യമാണ് രേണുസുധിയുടെ എക്സ്ക്ലൂസീവായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. രേണുസുധിയുടെ കാര്യം അവതാളത്തിൽ എന്ന് വെച്ചാൽ അവതാളത്തിലും, രേണുവിന്റെ സഭയിൽ രേണുവിനെതിരെ കേസ്, എക്സ്ക്ലൂസീവിൽ അഴിഞ്ഞാടുന്നു, എക്സ്ക്ലൂസീവിൽ കാണിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഈ പറയുന്ന സഭയിലേക്ക് ഈ വിഷയം എത്തുന്നു, ചർച്ച ചെയ്യുന്നു. അതിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് വെക്കാം. അതുമാത്രമല്ല, രേണുസുധിയുടെ വിദേശ രാജ്യങ്ങളിലോട്ടുള്ള യാത്ര, അതിനകത്തുള്ള സ്വർണ്ണക്കടത്ത്, കസ്റ്റംസ് ഇൻഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ തങ്കച്ചനുമായിട്ടുള്ള ഫോൺ സംഭാഷണമായിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ദേവ് ഡി കോഡ്, അതായത് ഞാനുമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു 4 പേര് വീഡിയോ ചെയ്തല്ലോ, അതിനകത്തിരുന്ന് ദേവ് ഡി കോഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുധിയുടെ കള്ളുഷാപ്പ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർ എക്സൈസിൽ കംപ്ലൈന്റ് കൊടുത്ത് അതിന്റെ ഒരു പകർപ്പെടുത്ത് അതിനെ ഫോളോ അപ്പ് ചെയ്ത് അതിന് നേർവഴിയിൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്ത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയായിരിക്കും, അദ്ദേഹത്തിന്റെ ചാനലിലാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീ തങ്കച്ചനെ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. എന്നാൽ അടുത്ത ദിവസം, അതായത് ഇന്നലെ വീണ്ടും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കിന് എന്താണ് സംഭവിക്കുന്നത്? തങ്കച്ചൻ ഫോൺ എടുക്കുന്നില്ല. മറിച്ച് ആ നമ്പറിൽ നിന്നും തിരിച്ചൊരു മെസ്സേജ്, സുഹൃത്തെ, ഞാൻ രേണുസുധിയുടെ അഡ്വക്കേറ്റ് ബിന്ദു അമ്മിണി. ബിന്ദു അമ്മണി. ആരാണ് ബിന്ദു അമ്മണി? നിങ്ങൾക്ക് പേര് കേട്ടപ്പോൾ തന്നെ ഈ രാജ്യത്ത് ഈ ഒരു പേര് ഈ പെണ്ണിന് മാത്രമേ കാണുന്നുള്ളൂ. ഏത് പെണ്ണ്? ശബരിമലയിലോട്ട് വലിഞ്ഞു കയറാനായിട്ട് ശ്രമിച്ച 2 പെണ്ണെങ്കിൽ ഒരു പെണ്ണ്. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്നതും രേണുസുധിയുടെ കൂടെ നിൽക്കുന്നതും എല്ലാം കണക്കാണ്. ഇപ്പം 100 ആയില്ലേ, കറക്റ്റ് ആയില്ലേ? അത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയ്ക്കകത്ത് രേഖപ്പെടുത്തുക. അപ്പം കോഫി വിത്ത് ബിച്ചു രാവിലെ തന്നെ രേണുസുധി അപരാധം. ഇത് ചായ വരാതോ, ഇതിനകത്ത് മധുരമില്ല, ഒരു മൈരുമില്ല, എന്തിനാണോ എന്തോ ചായ എന്നും പറഞ്ഞ് കൊണ്ട് തന്നേക്കുന്നത്. ഹൈപ്പ് കൊടുക്കാനുള്ളവരെല്ലാം മര്യാദയ്ക്ക് എൻ്റെ വീഡിയോയ്ക്ക് അത് ഹൈപ്പ് കൊടുത്തോണം കേട്ടല്ലോ. അല്ലാതെ ആരും കാണണ്ട. അല്ല, കണ്ടോ, കുഴപ്പമൊന്നുമില്ല. ഹൈപ്പ് മര്യാദയ്ക്ക് കൊടുത്തോണം. ഒരെണ്ണം ബാരുടെ കെഞ്ചിട്ടല്ലേടാ ചോദിക്കുന്നത്. കെഞ്ചിട്ട് ചോദിക്കുമ്പോൾ തരണം. അല്ലാതെ കെഞ്ചിട്ട് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ കൊടുക്കത്തില്ല എന്നുള്ള ജാടയിലിരിക്കല്. അങ്ങനെ ഇരിക്കുന്നവന്മാർ വെറും മണ്ടന്മാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഈ അവസരത്തിൽ. പോളായിരുന്നിട്ട് മണ്ടന്മാര്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം, ആ വോയിസ് ക്ലിപ്പിലേക്ക് വരാം. വോയിസ് ക്ലിപ്പ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. 2-3 സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട്. വളരെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് രാവിലെ തന്നെ കാണാൻ പറ്റുന്നതും സന്തോഷിക്കാൻ പറ്റുന്നതും. ഡിപ്രഷനിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് 2 ആട്ടവാടി പഞ്ചായത്ത് റൗണ്ട് വഴി 3 റൗണ്ട് തലവും കുത്തി ഓടാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, വ്യക്തമായിട്ട് യാതൊരുവിധ പ്ലാനും ഇല്ലാതെ പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഈ വീഡിയോയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വോയിസിലേക്ക് വരാം. ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച ആളാണ്, കോട്ടയത്ത് നിന്ന് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. ഞാൻ വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഇനി ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഈ മേൽഘടകത്തിൽ ഇവള് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. ഇവള് കാണിക്കുന്ന അശ്ലീലം, അവൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ഒരു വോയിസ് കേട്ടാൽ എന്തോ മനസ്സിലാവും നിങ്ങൾക്ക്. ഇത് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വ്യക്തി ഇപ്പൊ അവസാനം രേണുവിന്റെ അപരാധം കണ്ട് സഹിക്ക വയ്യാതെ പൊറുതിമുട്ടി ഫോൺ എടുത്തു കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് എടുത്ത, യൂട്യൂബ് എടുത്ത, ഇൻസ്റ്റാഗ്രാം എടുത്ത രേണുസുധിയുടെ എക്സ്ക്ലൂസീവ് ഡാൻസ് കണ്ട് ഗതികെട്ട് അവസാനിച്ച, എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരില്ല ഇങ്ങനെ, അങ്ങനെ അവസാനിച്ച ഏതോ ഒരു ചേച്ചിയെ കാണിക്കുന്ന അശ്ലീലങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് മുഴുവൻ കൊടുക്കുന്ന പള്ളിക്കാരും കാര്യങ്ങളും എല്ലാം കാണിച്ച് ഇതിനൊരു തീരുമാനമാണ്. നിങ്ങൾ അങ്ങനെയൊന്നും മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ. എല്ലാവരും ഭർത്താവ് തുണി അഴിച്ചിട്ടാണ് ജീവിക്കുന്നത്, അല്ല ബാറിൽ ഡാൻസ് ചെയ്താണ് ജീവിക്കുന്നത്. അല്ല, ദാറ്റ് ഈസ് പോയിന്റ്. ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ വിധവകളുടെ പ്രതിനിധിയാണെന്നും പറഞ്ഞിട്ട് വന്നത് 1 വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ ഈ തുണി അടിച്ചിട്ട് അടുത്തത് ഈ കാര്യങ്ങൾ ചിലപ്പോൾ വിധവൾ കാണുമ്പോഴത്തേന് അവർക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഞങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞു വന്നിട്ട് തമ്മാടിത്തരം കാണിക്കുന്നോടി അലവരാതി എന്ന് ചോദിക്കത്തില്ലേ അവർ? ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന്റെ പ്രതിനിധിയായിട്ടായിരിക്കും ഈ ചേച്ചിയുടെ വോയിസ് ക്ലിപ്പ് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയുന്നത്. വളരെ ഗംഭീരം. ഞാൻ മറ്റേ റിപ്പോർട്ടർ ചാനലിലെ മുട്ടയായെന്ന് തോന്നുന്നു രാവിലെ ചായയുമായിട്ട്. അതല്ല, റിപ്പോർട്ടർ ചാനലിലെ മുട്ടയല്ലോ ചായയായിട്ട് വരുന്നത്. ഫ്ലവേഴ്സില് 24 ശ്രീകണ്ഠൻ നായർ ഞാനും ഉണ്ട് ചായയായിട്ട് രാവിലെ. ജോലി ചെയ്ത് ജീവിക്കണം.
ഇവർക്ക് കണ്ട 3-4 ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി മറിയാനൊക്കെ ഇവർക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി, ഇവിടെ എന്തെല്ലാം തൊഴിൽ. അപ്പുറത്തെ വീട്ടിലെ മാമൻ നിന്ന് കാറിനകത്തോട്ട് നോക്കി, ഈ ചെറുക്കൻ എന്തുവാടാ വീട്ടിൽ കാറിനകത്തിരുന്ന് കാണിക്കുന്നു, ഇവന് ഭ്രാന്തം കണ്ടാണ്, നിലഭ്രാന്ത് പിടിച്ചിരിക്കുമെന്ന് തോന്നുന്നു. അവൻ എന്തൊക്കെയോ ഇരുന്ന് കൈയും കാലും ഇട്ട് കാണിക്കുന്നു. നോട്ടം നോക്കെ, എന്തുവാ എന്തുവാ പോയേ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് അറയ്ക്കും. ഫ്രണ്ടിൽ നോക്കിക്കൊണ്ട് ഇരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഉരുപ്പടിയായിട്ട് ഇരിക്കുമല്ല, വീഡിയോ ചെയ്യുക മനുഷ്യ. കയറി പോയി. കേൾക്കാൻ പറ്റുന്നുണ്ടോ ദൈവമേ? ഇല്ല, അടച്ചേക്കണല്ലോ. പഠിച്ചിട്ടുണ്ട്, നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, അവള് എയർപോർട്ടിൽ ഏതാണ്ട് പഠിച്ചിട്ടുണ്ട്, മറ്റേത് പഠിച്ചിട്ടുണ്ട്, മറിച്ചത് പഠിച്ചിട്ടുണ്ട്. അവള് പഠിച്ചത് എന്തെങ്കിലും തൊഴിൽ ചെയ്യട്ടെ. അവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചു. അത് ശരിയാ. രേണുസുതി പഠിക്കാത്തതായിട്ട് കോഴ്സ് ഈ കേരളത്തിലില്ല. ഒരു സമയത്ത് രേണുസുതി ആയിരുന്നു കോഴ്സുകളുടെ മെയിൻ ആള്. ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ രേണുസുതിയോട് ചോദിച്ചാൽ മതി. ഐ ജസ്റ്റ് ട്രൈ എന്നെങ്കിലും രേണു പറയും. കഴിഞ്ഞ ദിവസത്തെ ഇവിടെ കാണാം, അവള് തുട തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് സാമാനത്തിനകം മുഴുവൻ ക്രീമും പുരട്ടി അവിടെ ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. അവിടെ റേറ്റ് എത്രയാണെന്ന് ഓരോരുത്തരും ചോദിക്കുന്നത്. നിങ്ങളൊരു അപ്പനല്ലേ? നിങ്ങൾ പള്ളിയിൽ ഏതാണ്ട് വലിയ. അയ്യോ പാവ അപ്പൻ ആ വീഡിയോ കണ്ടു കാണുമെന്തോ. അത് കാണുമ്പോഴുള്ള മാനസികാവസ്ഥ എന്തുമായിരിക്കും? കൊട്ടൻ ചുക്കാതി തേക്കുന്നു, മുട്ടിന് വേദനയുള്ള മകൾ, അത് വീഡിയോ എടുത്ത് എക്സ്ക്ലൂസീവിൽ ഇടുന്നു. ഭാരവാഹിത്വം വയസ്സ് നടക്കുന്ന ഒരുത്തനല്ലേ? നമ്മൾ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് കേൾക്കാനും നിങ്ങൾക്കത് മകളെ മര്യാദയ്ക്ക് നിർത്താനും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരുടെ പേരിൽ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാവുന്നിടത്തെല്ലാം കസ്റ്റംസ് ഇന്റലിജൻസി കൊടുത്തിട്ടുണ്ട്. കൊടുക്കാവുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കരീഷ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവൾ ഇനി വിദേശത്ത് പോകുക. ഈ പറഞ്ഞ കാര്യം ഈ കസ്റ്റംസിലും ഇന്റലിജൻസിലും കൊടുത്തിട്ടുള്ളതെന്ന കാര്യം ഇതിപ്പോ ഒരുപാടടുത്ത് ഞാൻ കേൾക്കുന്നു. ഞാൻ എന്റെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യത്തെ കുറിച്ച് അവകാശപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ രേണു, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കസ്റ്റംസ് ഈ സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കെതിരെ വരുന്ന വലിയൊരു അലിഗേഷൻ അല്ലേ? നിങ്ങൾക്ക് അതിനകത്ത് വ്യക്തതയില്ല, സത്യസന്ധത ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ പ്രതികരിക്കാം. ആ ഒരു കാര്യത്തിനെതിരെങ്കിലും രേണുവിൻ്റെ അടുത്ത് ആദ്യം ഗർഭത്തിന്റെ ഒരു കാര്യം പറഞ്ഞ് രേണു പ്രതികരിച്ചില്ല അല്ലേ? ആര് പറഞ്ഞത്? മറ്റേ ബിഗ് ബോസിനകത്ത് ഒരു ദിവസം മിഡ് നൈറ്റ് ഇറങ്ങിപ്പോയ പെണ്ണും. രണ്ടിന് ശേഷം ഷബീന ബീവി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഒരുപാട് ചാറ്റും കാര്യങ്ങളും ഒന്നിനും പ്രതികരിച്ചില്ല. അപ്പൊ അതിനെല്ലാം സത്യസന്ധത ഉണ്ടല്ലേ? അതുപോലെ തന്നെ ആണോ ഈ ഒരു സ്വർണ്ണക്കടത്തിന്റെ ഒരു കാര്യവും? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവളെ നല്ല രീതിയിൽ അവളെ ചെക്ക് ചെയ്യുകയും എടുക്കുകയും ചെയ്യും. പണ്ടത്തെ പോലെ അവൾക്ക് സ്വർണ്ണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവൾക്ക് പറ്റത്തില്ല. ഇവിടെ ഗൾഫ് ഈ ദുബായി പോയി ചെയ്ത പരിപാടികളെല്ലാം അറിയാം. ഇവിടെ കൂടെ പോയ ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവളുടെ കൂടെ ദുബായി പോയി കിടന്ന ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ പഠിപ്പിച്ചത് ജീവിക്കാനാണ്. രേണുവിനെ കുറിച്ച് അതിഗംഭീരമായിട്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റവും അടുത്തറിയാവുന്ന ഏതോ ഒരു വ്യക്തിയാണ് തങ്കച്ചനെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനൊന്നും കഴിയത്തില്ല. പഠിപ്പിച്ചത് ബൈബിളിൽ പറയുന്നുണ്ട് ജീവിക്കാൻ. ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം ജീവിക്കുന്നത്. നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു തന്തയാണോ? നിങ്ങളൊരു ആണാണോ? സ്വന്തം മകള് കൊണ്ടുവരുന്നത് ഒരു കുടുംബം മൊത്തം തിന്നുന്നത്. നിങ്ങളൊരു നാട്ടുകാർ തന്ന ഒരു വീടിൻ്റെ അകത്ത്, ഒരു അച്ഛനും എല്ലാവരും കൂടി തന്ന ഒരു വീടിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് നിങ്ങൾ എന്തുവായി കാണിക്കുന്നതൊക്കെ? ഇതൊക്കെ നിങ്ങൾ ദൈവസന്നിധി നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. ഇവളുടെ അഹങ്കാരമൊക്കെ, ഇവള് അഹങ്കാരിയോ എന്തോ ആയിക്കോട്ടെ, ഇവള് വ്യഭിചരിക്കണോ? അവള് വ്യഭിചരിച്ചോട്ടെ. അവള് പേഴ്സണലായിട്ട് അവള് ആരെ വിളിച്ച് വേണമെങ്കിൽ കാശുണ്ടാകും. അവൾ എന്തിനും ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നത്? ഇവൾ എന്തിനാ സബ്സ്ക്രിപ്ഷൻ എടുത്തു? ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് തുണി അഴിച്ചിട്ട് കാണിച്ചു പോകണം. അവള് പറയുന്നത് അവിടെ ചെറിയ. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? തന്റെ ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾക്ക് പോയി ആക്ട് ചെയ്യും. ഇതൊന്നും മകളെ മര്യാദയ്ക്ക് നിർത്താൻ കഴിവില്ല. എന്തിനിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ? നിങ്ങളുടെ അച്ഛന്മാരെ ഞാനൊന്ന് കാണട്ടെ, നമ്മുടെ പള്ളിയിലെ കൊണസാണ്ടർമാരെ എല്ലാവരും ഞാനൊന്ന് കണ്ട്. ഓ മൈ ഗോഡ്, ആത്മഹത്യാ പ്രേരണ കുറ്റം IPC അവർക്കറിയാം. കൊണസാണ്ടർമാരെ എല്ലാവരും ഞാനൊന്ന് കണ്ട് ഇവളുടെ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. കാണിച്ച് ഇവൾ എന്താ ചെയ്യണമെന്ന് അവരറിയണമല്ലോ. അതിന്റെ ഇത് നിങ്ങളോട് അവർ ചോദിക്കും. ഈ പള്ളിയിലെ ആൾക്കാർ നിങ്ങളോട് ചോദിക്കും. അതുപോലെ കഴിഞ്ഞ ദിവസം ഇവളുടെ മാനേജർ എന്ന് പറഞ്ഞു. ഇവളുടെ മാനേജറും ഒന്നുമല്ല, ഇവളുടെ മാനേജർ ഒന്നുമല്ല കരീഷ്മ. കാരണം ഇവളെ പോലുള്ള ഒരു ലോ ക്ലാസ്സിന് എന്ത് കാര്യത്തിനാണ് മാനേജർ? ഇവിടെ കൊടുപ്പുകാരി. ഇവൾക്ക് ഇതുപോലെ ആണുങ്ങളെ കൊടുത്ത് കാശുണ്ടാക്കാൻ അതിന്റെ പങ്ക് ഈ കരീഷ്മയും പറ്റുന്നു. അവളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നാന്നറിയാം, ഇവൾക്ക് എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന്. ഇവൾക്ക് എന്ത് ഇവൾ ചെയ്യും, ഇവൾക്ക് എന്ത് കാര്യങ്ങൾ. ഞാൻ കരീഷ്മയോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വയറ് കൊണ്ടൊന്ന് കാണിക്കുമോ? നാട്ടുകാരെ ഇങ്ങനെ കാണിക്കുമോ? അല്ലെ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ
അപ്പൊ സത്യം പറഞ്ഞ കരിഷ്മ വരെ ഓടിപ്പോയി. 223 cc ആയതുകൊണ്ട് കരിഷ്മ വരെ ഓടിപ്പോയി. രേണുസുതി ഇപ്പോഴും ചേതക്ക് കണക്ക് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഓയിൽ ഒഴിച്ച് വീണ്ടും അടിച്ചടിച്ചടിച്ച് ഓയിൽ ഒഴിച്ച് അതിൻ്റെ കൂടെ പെട്രോളും മിക്സ് ചെയ്ത് വീണ്ടും അടിച്ചടിച്ച് എവിടെ വേണേലും ഒന്ന് കയറി പൊക്കോളും. വേറെ ഒരു കുഴപ്പമില്ല. വണ്ടിയുടെ പ്രത്യേകത എങ്ങനെയാണ്? നല്ല കാര്യം രേണു, അതിഗംഭീരമാണ്. അങ്ങനെ ഇതുപോലൊരു വോയിസ് തങ്കച്ചന്റെ മൊബൈലിലേക്ക് അയക്കുകയും അല്പനിമിഷങ്ങൾക്ക് ശേഷം തങ്കച്ചന്റെ ഫോണിൽ നിന്നും, അതായത് ഈ വ്യക്തിക്ക് ഒരു തിരിച്ച് റിപ്ലൈ വരുന്നു. ആ വരുന്ന റിപ്ലൈ ആണ്, അതാരാണ് അയക്കുന്നത്? ശബരിമലയിലേക്ക് കയറാൻ ശ്രമിച്ച 2 പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ്, അതായത് കോളം തികച്ച രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കോളം തികച്ച ബിന്ദു അമ്മണി, അഡ്വക്കേറ്റ് ബിന്ദു അമ്മണിയുടെ മെസ്സേജ് ആണ് ഇതിനകത്ത് വരുന്നത്. സുഹൃത്തെ, ഞാൻ രേണുസുതിയുടെ അച്ഛൻ തങ്കച്ചന്റെ വക്കീൽ ബിന്ദു ആണ്. എന്റെ കക്ഷി ഹൃദ്രോഗിയായ ഒരു മുതിർന്ന പൗരനാണ്. നിങ്ങൾ അയാളെ ഭീഷണിപ്പെടുത്തുകയും ആത്മഹത്യ ചെയ്യാൻ പറയുകയും ചെയ്യുന്ന ഒരു വോയിസ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. മേലിൽ അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തരുത്. അദ്ദേഹത്തിന്റെ ഫോണിൽ നിരന്തരമായി മകൾ രേണുവിനെ കുറിച്ച് അടിസ്ഥാനരഹിതവും അപമാനകരവും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായ മെസ്സേജുകൾ അയക്കുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കുക. അഡ്വക്കേറ്റേ, മുതല കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കും. അടിസ്ഥാനരഹിതമായ ആലിഗേഷൻസ്, സ്ത്രീത്വത്തെ അപമാനിക്കുന്നോ? ഇവിടെ ആരും അപമാനിക്കാൻ വന്നിട്ടില്ല. ഒള്ളി ആൻഡ് വൺ ആൻഡ് ഒള്ളി രേണുവാണ് അപമാനിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രേണുവാണ്. ഡിവോഴ്സി ആയിട്ടുള്ള വിധവകളെ അപമാനിക്കുന്നത് രേണുവാണ്. സിംഗിൾ മോമിനെ അപമാനിക്കുന്നത് രേണുവാണ്. നോട്ട് അറ്റ് ഓൾ എവരി വൺ. ഇറ്റ്സ് ഒള്ളി കപ്പ് ഓഫ് ഹർ. നമ്മുടെ അല്ല. നോട്ട്. അയ്യോ ദൈവമേ, ഇനിയും ഇത്തരം കുറ്റകൃത്യം ആവർത്തിക്കുന്നത് ആണെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നതാണ്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. ഇറ്റ്സ് ഭീഷണി. IPCO അതൊന്നും ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട. അപ്പൊ ഇതിന് റിപ്ലൈ ആയിട്ട് ഈ വോയിസ് അയച്ചിട്ടുള്ള ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എഴുന്നേറ്റ് എന്തുവാ ഇത്, പല്ല് തേച്ചില്ല രാവിലെ, പിന്നെന്തുവാ, നാക്ക് പഠിച്ചില്ല, അതാണ് നാക്ക് കൊടുക്കുന്നത്. പണ്ട് അല്ലേ, പണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ പറയും, നാക്ക് പഠിച്ചില്ലെങ്കിൽ നാക്ക് കുഴയും, നല്ലോണം സംസാരിക്കാൻ പറ്റത്തില്ലെന്ന്. നാക്ക് പഠിക്കുന്ന എത്ര പേരുണ്ടാ ഈ വീഡിയോ കാണുന്നത്? ഒന്ന് കമന്റ് ചെയ്യണം. നാക്ക് പഠിക്കുന്നവർ മാത്രം ഒന്ന് കമന്റ് ചെയ്തിട്ട് ലൈക്ക്. നാക്ക് പഠിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചുമ്മാതെ. നിയമ നടപടി സ്വീകരിച്ചു കൊള്ളുക. ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഭരണം മാറിയത് അറിഞ്ഞില്ലേ? പിണു അല്ല ബിന്ദു അമ്മിണി ഇവിടെ ഭരിക്കുന്നത്. യോ പാവം, ബിന്ദു അമ്മിണി അറിഞ്ഞു കാണത്തില്ല. ബിന്ദു അമ്മിണി അറിയാവുന്ന ഒരാളായിരിക്കും എന്നുള്ളൊരു കാര്യം. കുഴപ്പമില്ല. ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി 2 എണ്ണം കേട്ടെന്ന് പറഞ്ഞാലും യാതൊരു കുഴപ്പവും ഈ നാട്ടിൽ സംഭവിക്കാനായിട്ട് പോകുന്നില്ല ബിന്ദു അമ്മിണി. അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പം സ്വന്തം അഡ്വക്കേറ്റിനെ കൊണ്ട് അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുകയും അത് നല്ല രീതിയിലൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അപ്പം ഇതുപോലെ പ്രതികരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇതിപ്പോൾ അവരുടെ ഫോണിലേക്ക് 1-2 വ്യക്തികളുടെ ഒരു കോൺടാക്ട് വഴി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അയക്കുന്ന മെസ്സേജുകളൊക്കെ എടുത്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുണ്ട് പറിച്ചിട്ടിട്ട് നേരെ അടുത്ത കൊക്കയിലോട്ട് എടുത്ത് ചാടാനായിരിക്കും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യം. അതൊന്നും നമ്മളെടുത്ത് പുറത്തോട്ട് വിടുന്നില്ല, കാണിക്കുന്നില്ല, കേൾപ്പിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലാത്തതുള്ളൂ. പക്ഷേ ഇവരുടെ ഫോണിൽ ഡയറക്റ്റായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വേണം. അത് ഇനി നിങ്ങൾ നിയമപരമായിട്ട് നേരിടുന്നില്ല നല്ലത് രേണുസുതിയെ പിടിച്ച് നന്നാക്കുന്നതായിരിക്കും. കാരണം ആരൊക്കെ എന്തൊക്കെ എത്രയൊക്കെ നല്ലതല്ല എന്ന് പറഞ്ഞാലും ഒറ്റ പോയിന്റിൽ അദ്ദേഹം നല്ല കാര്യം ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ആ കൊള്ളരുതായ്മ മൊത്തം എല്ലാവരും മറക്കും. ആ നല്ലതിനെ എല്ലാവരും വാഴ്ത്തും. അങ്ങനെ 3-ാം പക്കം രേണുവിനെയും വാഴ്ത്തും. സ്തോത്രം.